ഇന്നൊരു വളരെ വിശിഷ്ട ഒരു അതിഥി നമുക്കൊപ്പം ചേരുകയാണ്. നമ്മുടെ കേരളത്തിന്റെ കായിക മന്ത്രി OJ ജനീഷ് ഇതാ നമ്മുടെ പന്തോറയിലേക്ക് എത്തുകയാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്കൾക്ക് എത്ര ഭാഗ്യമുണ്ടെന്ന് ഞങ്ങളൊന്ന് ഇത്തവണ നോക്കാൻ പോവുകയാണ്. അങ്ങ് മന്ത്രിയായതിനു ശേഷം ആദ്യം എത്തുന്ന ലോകകപ്പിൽ അങ്ങയുടെ പ്രവചനം പുലരുമോ ഇല്ലയോ എന്നൊന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇക്കുറി ആര് ലോകകപ്പ് എടുക്കുന്നതാണ് അങ്ങയുടെ ഒരു പ്രവചനം? അത് പറഞ്ഞ് തുടങ്ങാം. അത് ഞാനിപ്പോൾ പ്രവചിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഒരു ഭാഗ്യത്തിന്റെ അളവ് പോലെ ചിലപ്പോൾ തെറ്റണ്ട. അധികാരത്തിൽ കയറുന്നൊക്കെ ആത്മവിശ്വാസത്തോടെയൊക്കെ പറഞ്ഞിരുന്നു ക്യാമ്പയിൻ ഘട്ടത്തിൽ. ഇത് പക്ഷെ അത്ര ധൈര്യമല്ലേ? ഈ പ്രവചിച്ചാലൊരു പ്രശ്നമുണ്ട്. പ്രവചിച്ചാലൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇഷ്ട ടീം ഏതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പ്രവചിച്ചാൽ പ്രവചനമല്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ടീമിന്റെ പേരുണ്ട് പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ പ്രവചിച്ചാൽ അതൊക്കെ പുറത്താവും. അതുകൊണ്ട് തൽക്കാലം പ്രവചനത്തിനില്ല. പ്രവചനമായിട്ട് ഈ ഫിഫ വേൾഡ് കപ്പ് പോട്ടെ. നമ്മുടെ ഒരു ആവേശം നമ്മൾ കാണുന്നുണ്ടല്ലോ നാട്ടിൽ മുഴുവനുള്ളേ. അപ്പൊ ഇന്ത്യ ഇല്ല എന്നുള്ള സങ്കടം നമുക്ക് എല്ലാ കാലം നമ്മൾ പറയുന്നതാണ്. ഇത്തവണത്തെ ഒരു വേൾഡ് കപ്പ് നാട്ടിലെ ആവേശത്തിനൊപ്പം നമ്മൾ എങ്ങനെയാണ്, കായിക വകുപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത്? മന്ത്രി, നമ്മുടെ ഈ ആളുകളുടെ ഇറങ്ങി ചെന്ന് അവരെയൊക്കെ ഒന്ന് കാണാനും അവർക്കൊപ്പം ഒന്ന് സന്തോഷം പങ്കിടാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു 2-3 പരിപാടികളിൽ ഫുട്ബോൾ ക്യാമ്പ്, ഇതിന്റെ ഫിഫയുടെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു ആവേശം പ്രതിഫലിപ്പിക്കുന്ന 3-4 പരിപാടിയിൽ പങ്കെടുത്തു. വലിയ ആവേശത്തോടു കൂടിയാണ് കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ, ഈ ചെറുപ്പക്കാരെന്നല്ല മലയാളികൾ ഒന്നടങ്കം തന്നെ ഈ വേൾഡ് കപ്പിനെ വലിയ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആവേശം ഗ്രൗണ്ടുകളിലും പ്രകടമാണ്. എല്ലാവരും വീണ്ടും കാലിൽ ബൂട്ട് കിട്ടുന്നു, വീണ്ടും പന്ത് കിട്ടുന്നു, സമയം കണ്ടെത്തി കളിക്കാൻ വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ കായിക മേഖലയ്ക്ക് കൂടി വലിയ ഗുണകരമാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വീണ്ടും ഗ്രൗണ്ടുകളിലേക്ക് സജീവമാവുകയും അതിന്റെ ഒരു പ്രാധാന്യമൊക്കെ ഒരിക്കൽ കൂടി അവർ ഓർക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് ഗുണകരമായ കാര്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ കളിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാ കാലത്തും ഒരു വിഷമമാണ്. പക്ഷെ അത് എല്ലാ കാലത്തും ഒരു വിഷമമായി അവശേഷിക്കേണ്ട കാര്യമല്ല. നമ്മളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. പക്ഷെ അത് ഒരു ചെറിയ ടൈം പീരീഡിൽ നടക്കാവുന്നതല്ല. ഇപ്പൊ നേരത്തെ വിജയേട്ടൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ചെറിയ ടൈം പീരീഡിൽ നടക്കാവുന്ന കാര്യമല്ല. അതൊരു ലോങ് പ്രോസസ്സിലൂടെ നമ്മൾ കണ്ടെത്തി വരേണ്ട ഒരു ലക്ഷ്യമാണ്, നമുക്ക് സാധ്യമാക്കേണ്ട ഒരു ലക്ഷ്യമാണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ തുടങ്ങിയാൽ നമുക്കൊരു ഒരു 10-12 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ സാധിക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കായിക വകുപ്പ് മന്ത്രിയൊക്കെയാണ്. ഇക്കുറി കളി കാണാൻ പോകുന്നുണ്ടോ? അമേരിക്കയിലേക്ക് പോകുന്നുണ്ടോ? പിന്നെ ഖത്തറിൽ നടക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് പോകാൻ ശ്രമിക്കാമായിരുന്നു. ഇത് ഇത്ര അമേരിക്കയിലാണ് എന്നുള്ളതിന്റെ ഒരു തടസ്സമൊക്കെ നമുക്ക് ഉണ്ടാവും. എന്നോട് നമ്മുടെ നിയമസഭയിലെ യുവ MLA പെടുന്ന ഞങ്ങളുടെ സൗഹൃദ സംഘങ്ങളിലെ ഇപ്പോൾ PK ഫിറോസൊക്കെ പറഞ്ഞു, നമുക്ക് ഖത്തറിൽ വേൾഡ് കപ്പ് കാണാൻ പോകണം, അത് കായിക വകുപ്പ് മന്ത്രി എന്നെ നേതൃത്വം കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ യുവ MLA എല്ലാവരും കൊണ്ടുപോകണം എന്നൊക്കെ തമാശയിലൊക്കെ ഞങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അഭിമാനമായിട്ട് ഒരു മലയാളി കൂടി ഉണ്ട് ഖത്തർ ലോകകപ്പിൽ പന്ത് തട്ടാൻ എന്നുള്ളത് കൂടിയാണ് അല്ലെ? മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് അത് വലിയൊരു, പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന തഹസിൻ മുഹമ്മദിന്റെ ഓരോ കാൽവെപ്പുകൾ നമ്മൾ വലിയ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകകപ്പ് കൂടിയാണ്. അതൊരു വലിയ പ്രത്യേകതയാണല്ലോ. അതെ, അതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പൊ മലയാളികൾക്ക് സാധിക്കാത്ത ഒന്നല്ല വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്. ഒരു സിഗ്നൽ അവിടെ നിന്ന് നമുക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് പിന്നെ നമ്മളുടെ ഒരു ടാഗ്ലൈനിൽ നമുക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ അല്ലെങ്കിൽ കളിക്കാരെ വാർത്തെടുക്കുന്നതിലോ ഒക്കെ നമുക്ക് സംഭവിച്ച പോരായ്മയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മയാണ്. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് നേടുന്ന രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം അവരുടെ വേൾഡ് കപ്പ് നേടുന്ന ടീമുകൾക്ക് ഫാൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളമൊക്കെ. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിട്ടായാലും ബ്രസീലിനെ സംബന്ധിച്ചിട്ടായാലും അവരെ രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതൽ ഫാൻസ് ഒരു പക്ഷേ കേരളത്തിനകത്തുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവരൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽപ്പെടുന്ന സ്ഥലം പോലുമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരു വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അത് മാറുന്നതിന് വേണ്ടി ഒരു വലിയ ഒരു ഡ്രീം പ്രൊജക്റ്റായി തന്നെ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ കായിക വകുപ്പ് മുന്നോട്ട് പോകേണ്ട ഒരു കാലം കൂടിയാണ്. നമ്മൾ കളിക്കാൻ സാധിക്കും, നമുക്ക് കളിക്കാൻ കഴിയണം. നമ്മുടെ കളിക്കാരെ അതിന് പറ്റുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അവരുടെ പ്രൊഫഷണൽ മികവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് സാധിക്കും തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ശരി മിനിസ്റ്ററെ, ഞങ്ങള്
കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഞങ്ങളെ പഴയ നമ്മുടെ കായിക മന്ത്രി ഞങ്ങൾക്ക് ഒരു ഓഫർ തന്നായിരുന്നു, മെസ്സിയെ കൊണ്ടുവരുന്നത്. പക്ഷേ നടന്നില്ല. റിക്വസ്റ്റ് വെക്കട്ടെ മിനിസ്റ്റർ, ഇത്തവണ നമുക്ക് നെയ്മറെ കൊണ്ടുവന്നാലോ? ജിൽസി നെയ്മർ ആരാതെ, പക്ഷേ അങ്ങനെ കഴിഞ്ഞ കുറി മെസ്സിയെ എത്തിക്കാൻ വേണ്ടി പരമാവധി ആ ഭരണകൂടം ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ അങ്ങയുടെ മുന്നിൽ 5 വർഷമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെയാണെങ്കിൽ മെസ്സി വേൾഡ് വിന്നറാണ്, അതുകൊണ്ട് എത്തിക്കാൻ കുറെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇക്കുറിയും വേൾഡ് വിന്നർ തന്നെ ആയിരിക്കും സ്വാഭാവികമായി. പക്ഷെ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ സാധ്യതയുണ്ട്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ആ കിരീടം നേടിക്കൊണ്ട് റിട്ടയർ ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നത് കുറെ കൂടി എളുപ്പമാവും. അപ്പൊ ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ട എവിടെയെങ്കിലും തുടക്കത്തിൽ തന്നെ കുറിച്ചു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാനതിന് നിഷേധ സമീപനമൊന്നും എനിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ നിഷേധാത്മക സമീപനമൊന്നുമില്ല. കഴിഞ്ഞ ഗവൺമെന്റ് പിന്നെ അല്ലെങ്കിൽ ആ സമയത്ത് മെസ്സി വരുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരെ പോലെ തന്നെ നമ്മളെല്ലാം വലിയ ആവേശത്തിലായിരുന്നു. നമ്മളൊക്കെ വലിയ പ്രതീക്ഷിക്കും ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത കാര്യമാണ്. പക്ഷെ അത് മെസ്സിയെ പോലൊരു അന്താരാഷ്ട്ര കളിക്കാരൻ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ ഭാഗത്ത് വലിയ പോരായ്മകൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ നടക്കാവുന്നൊരു കാര്യമല്ല, അതൊരു ലോങ് പ്രോസസ്സാണ്. കുറച്ചധികം നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. മെസ്സി വരാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മെസ്സിയെ കൊണ്ടുവരിക എന്നത് മാത്രമല്ല കായിക വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെസ്സി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ കൊച്ചു ഗ്രൗണ്ടുകളിൽ നിന്ന് കൊച്ചു മെസ്സിമാർ ഒരുപാട് പേര് ഉയർന്നു വരാവുന്ന രീതിയിലേക്ക് അവരെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന കുറച്ചേറെ കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സിമാരുണ്ടാക്കണം. നമ്മുടെ പിന്നെ ലോകത്തിലെ യഥാർത്ഥ മെസ്സിയെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിലവിൽ ഞാൻ അന്ന് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മളതിനു വേണ്ടി ചെയ്യുന്നതിന്റെ ഹോംവർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഓക്കെ, ഒറ്റ കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. മിനിസ്റ്റർ രാഷ്ട്രീയ നേതാവായത്, യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നത്, ഇപ്പോൾ മന്ത്രിയായതിനൊക്കെ ചെറുപ്പം കാലം തൊട്ട് രാത്രി സമയത്ത് ഉറങ്ങാതെ പോസ്റ്റർ ഒട്ടിച്ചും പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചും ഒക്കെയാണ്. അന്നേ ഉറക്കമൊഴിഞ്ഞ് കളി കാണുന്ന ശീലം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടല്ലോ. ഉറക്കമൊഴിഞ്ഞ് കളി കാണുന്ന ശീലമില്ലാത്ത ആൾക്കാരാണല്ലോ. ഒന്ന് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ പിന്നെ ഇതുപോലെ ഈ ഫാൻസ് ക്ലബ്ബ് പോലെയൊക്കെ കളി വെക്കുകയും വലിയ സ്ക്രീന് വെക്കുകയും അതല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് പോയി കളി കാണുകയും ചെയ്യുന്നൊക്കെ സാഹചര്യം ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ പോയിരിക്കുക, ഒരു ഗോൾ വീഴുമ്പോൾ അതിൻ്റെ ആരവത്തിൻ്റെ ഭാഗമാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അറിയാതെ നമുക്കൊരു വലിയ പിന്നെ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു ഗെയിമാണല്ലോ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒറ്റയ്ക്കിരുന്ന് ഫുട്ബോൾ കണ്ടാൽ അതിൻ്റെ ഒരു ആനന്ദിക്കാൻ സാധിക്കില്ല. ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് TV കണ്ടാൽ കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് കാണാറുള്ളത്. രാത്രി ഉറക്കൊളിച്ച് കാണേണ്ട കളികളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ കാണും. അത് കോളേജ് പഠന കാലത്തും അതെ, അല്ലാത്ത സമയത്തും അതെ. അത് ഈ തവണ ആയാലും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. എനിക്കിങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് കളി കാണുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്ത് കുറേയേറെ ഒരുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ ഫുട്ബോളിൻ്റെ ആവേശത്തിൽ കുറേ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വളരെ പെട്ടെന്നൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ചൊക്കെ ഒന്ന് കണ്ണടച്ചാൽ തെറ്റൊന്നുമില്ല എന്ന അഭിപ്രായക്കാരാണ്. ഗവൺമെൻറ് നിലയിൽ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ എങ്കിൽ കൂടി അത് അവരുടെ ആവേശമാണ്. അത് ഒരു തെറ്റായ രീതിയിലല്ലല്ലോ, അത് ഒരു എനർജി അവരങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ. മറ്റു പലതിൽ നിന്നും അവരുടെ സമയം ഇതിലേക്ക് മാറുന്നുണ്ട്. മറ്റു പല ആക്ടിവിറ്റീസിൽ, അതായത് വേറെ തെറ്റായ ആക്ടിവിറ്റീസിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെട്ടാക്കാവുന്ന ഒരു സമയം മുഴുവൻ അവരുടെ നാട്ടിൽ വലിയ കട്ടൗട്ടുകൾ വെക്കാനും വലിയ ഫാൻസ് പാർക്ക് ഉണ്ടാക്കാനും പിന്നെ LED സ്ക്രീനുകൾ വെച്ച് കളി കാണിക്കാനും ആളുകളെ കൂട്ടാനൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന അഭിപ്രായം എനിക്കുള്ളത്. അങ്ങനെ കളി കാണുകയാണ് അതിൻ്റെ ഏറ്റവും ആവശ്യമായ രസം. എല്ലാ ഫാൻസിൻ്റെ കൂടെ ഒന്ന് കളി കാണണം എന്നുള്ളതാണ്. താങ്ക് യു. ഇപ്പോഴും കായിക മന്ത്രിയുടെ ഇഷ്ട ടീം, ഫേവറേറ്റ് ടീം ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ആ രഹസ്യം എന്നോട് ഒപ്പം അലിഞ്ഞു ചേരട്ടെ എന്നാണോ? ഞാൻ അങ്ങനെയല്ല അതെന്തായാലും വെളിപ്പെടുത്തും. ഞാനതിൽ പറ്റിയൊരു കാര്യം, ഞാൻ 1-2 ചാനലുകൾ ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പേരോട് അങ്ങനെ പറഞ്ഞ് പിന്നെ ഇതിൽ വന്ന് ഞാൻ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ എല്ലാവരും കൂടി കോമൺ ആയിട്ടൊരു ഘട്ടത്തിലൊക്കെ വെളിപ്പെടുത്തും. കുത്തിപ്പൊക്കെ വെളിപ്പെട്ടു പോകും. അതുകൊണ്ട് ഞങ്ങൾ തപ്പും, ഇന്ന് തപ്പിക്കോളാം.